सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। एतदालम्बनं श्रेष्ठम् एतदालम्बनं परम् एतदालम्बनं ज्ञात्वा ब्रह्मलोके महीयते। ഏതദാലംബനം ശ്രേഷ്ഠം, ഈ ആലംബനം ശ്രേഷ്ഠമാണ്. ആലംബനം ആശ്രയം, ആലംബമാക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. വടിയെ ആലംബമാക്കി നടന്നു എന്നൊക്കെ പറയാറുണ്ട്. ആശ്രയിക്കുക. ഈ ആശ്രയം ശ്രേഷ്ഠമാണ്. നമ്മൾ പലതിനെയും ആശ്രയിക്കാറുണ്ട്, പലരെയും ആശ്രയിക്കാറുണ്ട് കാര്യസാധ്യങ്ങൾക്ക്. അവിടെയാണ് ശ്രുതി പറയുന്നത് ഈ ആലംബനം, ഈ ഓങ്കാരത്തെ ആലംബമാക്കുന്നത് ശ്രേഷ്ഠമാണ് എന്നല്ല, ഈ ഓങ്കാരത്തെ ആശ്രയമാക്കുന്നത് പരമാണ്. ഏതദാലംബനം ജ്ഞാത്വ, ഈ ആലംബനത്തെ അറിഞ്ഞാൽ, ഈ ഓങ്കാരമാകുന്ന ആശ്രയത്തെ അറിഞ്ഞാൽ, അറിഞ്ഞുപാസിച്ചാൽ ബ്രഹ്മലോകേ മഹീയതേ, ബ്രഹ്മലോകത്തിൽ മഹിമയെ പ്രാപിക്കുന്നു. ബ്രഹ്മം തന്നെ ലോകം, ബ്രഹ്മലോകം അങ്ങനെ വേണമെങ്കിൽ പറയാം. അവിടെ പരമമായ സത്യം, പരബ്രഹ്മം, ആത്യന്തികമായ സത്യം തന്നെയാണ് ലോകം. ആ അർത്ഥത്തിൽ ബ്രഹ്മലോകം എന്ന് പറയാം. ബ്രഹ്മ ഏവ ലോകം, ബ്രഹ്മലോകം. അഥവാ ബ്രഹ്മാവിൻ്റെ ലോകം, ഏറ്റവും ഉയർന്ന ദേവലോകം, സുഖാനുഭവത്തിൻ്റെ പരമാവധി. രണ്ടും അർത്ഥം എടുക്കാം. ബ്രഹ്മലോകത്തിൽ മഹിമയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ ആലംബനത്തെ അറിഞ്ഞാലും എന്ന് താത്പര്യം. ഇത് കഴിഞ്ഞ മന്ത്രത്തിൻ്റെ ഏറെക്കുറെ സമാനമായ അനുവാദമാണ്. കഴിഞ്ഞതിൽ ഇതറിഞ്ഞാൽ ബ്രഹ്മലോകത്തിൽ മഹിമയെ പ്രാപിക്കുന്നു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞതിൽ യദിച്ഛതി തസ്യ തത്, അതിൻ്റെ പരമാവധി ബ്രഹ്മലോകപ്രാപ്തിയാണ്. ആ പരമാവധി പറഞ്ഞു. നോക്കൂ, ഏതദാലംബനം ഏതദ് ബ്രഹ്മപ്രാപ്തി ആലംബനാനാം ശ്രേഷ്ഠം പ്രശസ്യതമം. ഏതദാലംബനം പരം അപരം ച പരാപര ബ്രഹ്മവിഷയത്വാത്. ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ പരസ്മിൻ ബ്രഹ്മണി അപരസ്മിശ്ച ബ്രഹ്മഭൂതഃ ബ്രഹ്മവദുപാസ്യഃ ഭവതീത്യർത്ഥഃ. ഏതദാലംബനം, ഏതത് ബ്രഹ്മപ്രാപ്തി ആലംബനാനാം ശ്രേഷ്ഠം പ്രശസ്യതരം. ഏതദാലംബനം പരം അപരം ച പരാപര ബ്രഹ്മവിഷയത്വാത്. ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയത്തെ പരസ്മിൻ ബ്രഹ്മണി അപരസ്മിൻശ്ച ബ്രഹ്മഭൂതഃ ബ്രഹ്മവദുപാസ്യഃ ഭവതി ഇത്യർത്ഥഃ. അപ്പം ഇത് ആലംബനം ശ്രേഷ്ഠമായ ആലംബനമാണ്. എന്താണ് ശ്രേഷ്ഠമായ ആലംബനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? ബ്രഹ്മപ്രാപ്തി ആലംബനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ആലംബനങ്ങളിൽ, ആശ്രയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് പ്രണവം. ഏറ്റവും സൂക്ഷ്മമായ ഉപാസനയാണ്, ഏറ്റവും പരമമായ ആശ്രയമാണ് ഈ പ്രണവം.
ഓങ്കാര മഹിമയാണ് പറയുന്നത്. ഏതദാലംബനം പരം, ഈ ആലംബനം പരമാണ്. പരമാണെന്ന് പറഞ്ഞ ഉടനെ ആചാര്യസ്വാമികൾ പറയുകയാണ്, ഭാഷ്യത്തിൽ പറയുകയാണ്, അപരം ച, അപരവുമാണ്. പരവുമാണ്, അപരവുമാണ്. പരാപര ബ്രഹ്മവിഷയത്വാത്, പരാപര ബ്രഹ്മവിഷയമായതുകൊണ്ട് എന്ന് വെച്ചാൽ പരബ്രഹ്മ വിഷയവുമാണ് അപരബ്രഹ്മ വിഷയവുമാണ് എന്നതുകൊണ്ട്. നേരത്തെ നമ്മൾ മന്ത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതദ്വൈ സത്യകാമ പരം ച അപരം ച ബ്രഹ്മയതോങ്കാരഃ എന്ന മന്ത്രം നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതദാലംബനം ജ്ഞാത്വ, ഈ ആലംബനത്തെ അറിഞ്ഞാൽ ബ്രഹ്മലോകേ മഹീയതേ പരസ്മിൻ ബ്രഹ്മണി, അവിടെ ബ്രഹ്മ ഏവ ലോകഃ, ബ്രഹ്മലോകഃ, ബ്രഹ്മം തന്നെയാണ് ലോകം എന്നുള്ള അർത്ഥത്തിൽ വേണം ബ്രഹ്മലോകം എടുക്കാൻ. ആ അർത്ഥത്തിലാണ് പരസ്മിൻ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ മഹിമയെ പ്രാപിക്കുന്നു. ഇനി വേണമെങ്കിൽ പറയാം അപരസ്മിൻ ബ്രഹ്മണി, അപരബ്രഹ്മത്തിൽ ബ്രഹ്മലോക പര്യന്തമുള്ള ഭാവങ്ങളിൽ ബ്രഹ്മഭൂത, ബ്രഹ്മഭൂതനായിട്ട് ബ്രഹ്മവത് ഉപാസ്യോ ഭവതി, ബ്രഹ്മാവിനെ പോലെ ഉപാസ്യനായി തീരുന്നു. ഓംകാരോപാസനയിലൂടെ മുക്തനുമാകാം. ബ്രഹ്മാവിനെ പോലെ ഉപാസിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അങ്ങനെയാവാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു പരം ചെയ്ത് ജ്ഞാതവ്യം അപരം ചെയ്ത് പ്രാപ്തവ്യം എന്ന് പറഞ്ഞു. പരമായതിനെ അറിയേണ്ടത് അപരമായതിനെ പ്രാപിക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ള പ്രാപ്തി ബ്രഹ്മലോക പര്യന്തം പ്രാപിക്കാനുള്ള ഉപായമാണ്, ഉപാധിയാണ് ഓംകാരം. ഇതാണ് ഈ മന്ത്രം ഓംകാര മഹിമ പറയുന്നത്. ഇതാണ് ചുരുക്കമായി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ വിസ്തരണമാണ്. ചുരുക്കമായി പറഞ്ഞതിൻ്റെ വിസ്തരണം ഇനിയുള്ളത്. സംഗ്രഹേണ ബ്രവീമി, ചുരുക്കമായി പറഞ്ഞുതരാം. അത് കഴിഞ്ഞു. ഉപദേശത്തിൻ്റെ ശൈലി സൂത്രഭാഷ്യക്രമമാണ്. അതായത് ചുരുക്കി പറഞ്ഞുക, പിന്നെ വിസ്തരിച്ച് പറയുക. അതാണ് സൂത്രഭാഷ്യക്രമം. ആദ്യം സൂത്രരൂപത്തിൽ സാരം മാത്രം പറയുക, പിന്നെ ഭാഷ്യരൂപത്തിൽ വിസ്തരിച്ച് പറയുക. രണ്ട് രീതിയിൽ ശ്രവണം ചെയ്യുമ്പോൾ തത്വം നമുക്ക് ഉറയ്ക്കും. അപ്പം ഇപ്പം സൂത്രരൂപത്തിൽ പറഞ്ഞു, സർവേ വേദായത്പദമാമനന്തി തപാംസി സർവാണി ചെയ്യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. ഏതദ്ധ്യേവാക്ഷരം ബ്രഹ്മ ഏതദ്ധ്യേവാക്ഷരം പരം ഏതദ്ധ്യേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത്. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ എന്നിങ്ങനെ പറഞ്ഞു. ഇത് സൂത്രരൂപം. ഇനി ഭാഷ്യരൂപം, അതിൻ്റെ വിസ്തരിച്ച രൂപമാണ് ഇനി ഈ കഠോപനിഷത്തിൽ മുഴുവൻ വരുന്നത്. നമ്മളതിൽ ഇപ്രാവശ്യം കുറച്ച് ഭാഗമേ നോക്കാൻ പറ്റുള്ളൂ. എവിടെ എത്തണം അവിടെ നിൽക്കും, ബാക്കി പിന്നെ. ബ്രഹ്മവത് ഉപാസ്യോ ഭവതി, ആണ് ശ്രദ്ധിക്കേണ്ടത്. അന്യത്ര ധർമാദിത്യാദിനാ പൃഷ്ടസ്യ ആത്മനഃ അശേഷവിശേഷരഹിതസ്യ ആലംബനത്വേന പ്രതീകത്വേന ച ഓങ്കാരഃ നിർദ്ദിഷ്ടഃ അപരസ്യ ച ബ്രഹ്മണഃ മന്ദ മധ്യമ പ്രതിപത്രീൻ പ്രതി. അഥ ഇദാനീം തസ്യ ഓങ്കാരാലംബനസ്യ ആത്മനഃ സാക്ഷാത് സ്വരൂപ നിർദിധാരയിഷയ ഇദം ഉച്യത്തെ. അന്യത്ര ധർമാദ് ഇത്യാദിനാ പൃഷ്ടസ്യ ആത്മനഃ അശേഷവിശേഷരഹിതസ്യ ആലംബനത്വേന പ്രതീകത്വേന ച ഓങ്കാരഃ നിർദ്ദിഷ്ടഃ.
അപരസ്യ ച ബ്രഹ്മണഃ മന്ദമധ്യമ പ്രതിപതൃൻ പ്രതി അഥ ഇദാനീം തസ്യ ഓങ്കാരാലംബനസ്യ ആത്മനഃ സാക്ഷാത് സ്വരൂപ നിർദിധാരയിഷയ ഇദമുച്യത്തെ. അപ്പോൾ നചികേതസ് ശിഷ്യൻ ജിജ്ഞാസു ചോദിച്ചത് അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത് തത് പശ്യസി തത് വദ എന്നായിരുന്നു. അപ്പം ആ ചോദ്യത്തിന് മറുപടി അശേഷവിശേഷരഹിതമായ ആത്മാവിൻ്റെ ഈ ചോദ്യം ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. ആത്മാ എങ്ങനെയാണ്? അശേഷവിശേഷരഹിതമാണ്, യാതൊരു തരത്തിൽപ്പെട്ട വിശേഷങ്ങളും ഇല്ലാത്തതാണ്, നിർവിശേഷമാണ്. നിർദോഷം ഹി സമം ബ്രഹ്മ. നിർദോഷവും സമവുമാണ് ബ്രഹ്മം, ഒരു വിശേഷവും ഉള്ളതല്ല. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇത്യാദി വിശേഷങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നു. അങ്ങനെയുള്ളതായ നിർവിശേഷമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ആലംബനത്വേന പ്രതീകത്വേന ച ഓങ്കാരഃ നിർദ്ദിഷ്ടഃ. അതിൻ്റെ ആലംബമായിട്ടും പ്രതീകമായിട്ടും ഓങ്കാരം നിർദ്ദേശിച്ചു. ആലംബനം ആശ്രയം, ബ്രഹ്മത്തിനല്ല ആശ്രയം, ബ്രഹ്മത്തിൻ്റെ ആശ്രയം. അതായത് ബ്രഹ്മവിചാരത്തിന് നമുക്ക് ആശ്രയം, അല്ലാണ്ട് ബ്രഹ്മത്തിന് ആശ്രയമില്ല. പിന്നെ അപരസ്യ ച ബ്രഹ്മണഃ, അപരബ്രഹ്മത്തിൻ്റെ ആശ്രയമായിട്ടും പറഞ്ഞു, അപരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടും പറഞ്ഞു. പരം അപരം ച. അതെന്തിനാ? മന്ദമധ്യമ പ്രതിപതൃൻ പ്രതി. എല്ലാവർക്കും നിർവിശേഷമായ ബ്രഹ്മത്തെ ചിന്തിക്കാനും മനസ്സിലാക്കാനും വിചാരം ചെയ്യാനും ഒന്നും പറ്റില്ല. ലോകത്തിൽ ഭൂരിഭാഗവും മന്ദന്മാരും മധ്യമന്മാരുമായിരിക്കും. അപ്പോൾ മന്ദന്മാർക്കും മധ്യമന്മാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടും ഓങ്കാരത്തെ പറഞ്ഞു. അല്ലാണ്ട് കേവല ബ്രഹ്മം എന്നും പറഞ്ഞാൽ സാമാന്യക്കാർക്ക് മനസ്സിലാവില്ല. അഥ ഇദാനീം, ഇനിയിപ്പോ തസ്യ ഓങ്കാരാലംബനസ്യ ആത്മനഃ, ഓങ്കാരമാകുന്ന ആലംബനത്തോടു കൂടിയ ആത്മാവിൻ്റെ സാക്ഷാത് സ്വരൂപ നിർദ്ദിധാരയിഷയ, സാക്ഷാത് സ്വരൂപം നിർദ്ധാരണം ചെയ്യാനുള്ള ഇച്ഛയോടുകൂടി, സാക്ഷാത് സ്വരൂപം എന്താണ്, ആത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് നിർദ്ധാരണം ചെയ്യാനുള്ള ഇച്ഛയോടുകൂടി. നിർദ്ദിധാരയിഷ എന്ന് പറഞ്ഞാൽ നിർദ്ധാരണം ചെയ്യാനുള്ള ഇച്ഛ. നിർദ്ദിധാരയിഷയ എന്ന് പറഞ്ഞാൽ നിർദ്ധാരണം ചെയ്യാനുള്ള ഇച്ഛയോടുകൂടി. തൃതീയ രൂപം. നിർദ്ധാരണം ചെയ്യാനുള്ള ഇച്ഛ, എന്താണെന്ന് തിരിച്ചറിയിക്കാനുള്ള, ബോധിപ്പിക്കാനുള്ള ഇച്ഛ. അങ്ങനെ ആരംഭിക്കുന്നു. ഇനിയാണ് ശരിക്ക് സ്വരൂപ നിർദ്ദേശം ചെയ്യുന്നത്. ഇത് പ്രതീകത്വം പറഞ്ഞേ ഉള്ളൂ ഓങ്കാരം. അപ്പം ധർമ്മത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും കൃതമായതിൽ നിന്നും അകൃതമായതിൽ നിന്നും മൂന്ന് കാലങ്ങളിൽ നിന്നും ഭിന്നമായ പരമസത്യത്തെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ സൂത്രരൂപത്തിൽ പറഞ്ഞു, ഇനി വിസ്തരിച്ച് പറയുക. എങ്ങനെ? ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത്
നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ന ജായത്തെ മ്രിയത്തെ വാ, അവിടെ മ്രിയത്തെ വാ എന്നുള്ളതിന് ന എന്നുള്ള അർത്ഥം എടുക്കണം. ന മ്രിയത്തെ. വിപശ്ചിത് അയം ന കുതശ്ചിത് ബഭൂവ ന കശ്ചിത് ബഭൂവ അജഃ നിത്യഃ ശാശ്വതഃ പുരാണഃ അയം ഹന്യമാനേ ശരീരേ ന ഹന്യതേ. അപ്പോൾ പരമമായ സത്യത്തെ പ്രഖ്യാപിക്കുകയാണ്. ന ജായതേ മ്രിയതേ വാ. ന ജായതേ ജനിക്കുന്നില്ല, മ്രിയതേ വാ മരിക്കുന്നോ എന്ന് പറഞ്ഞ അർത്ഥം മരിക്കുന്നുമില്ല. അപ്പം ന ജായതേ ന മ്രിയതേ. എന്ത് ജനിക്കുന്നുണ്ടോ അതിന് മരണം സുനിശ്ചിതമാണ്. എന്ത് മരിക്കുന്നുണ്ടോ അതൊക്കെ ജനിച്ചതുമായിരിക്കും. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ചതിന് മരണം സുനിശ്ചിതമാണ്, ഉറപ്പാണ്. അപ്പം എന്താണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്? ഈ കാണാകുന്ന ഉപാധികളാണ്. നമ്മളാൽ അറിയപ്പെടുന്ന, കാണപ്പെടുന്ന, മനസ്സിലാക്കപ്പെടുന്ന ഉപാധികളൊക്കെയും ജനിച്ചതും മരിക്കുന്നതുമാണ്. പ്രപഞ്ചം മുഴുവൻ ജനിക്കുന്നതും മരിക്കുന്നതുമാണ്. ഭൂമിയും സൂര്യചന്ദ്രാദികളും എല്ലാം ജനിക്കുന്നതും മരിക്കുന്നതുമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം മുഴുവൻ ജനിച്ച് മരിക്കുന്നതായി നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതിനെല്ലാം അധിഷ്ഠാനഭൂതമായ സത്യത്തെക്കുറിച്ച് പറയുകയാണ്. ന ജായതേ ന മ്രിയതേ. ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഉപാധികളുടെ ജനനത്തിൽ ആത്മജനനം തോന്നും, ഉപാധികളുടെ മരണത്തിൽ ആത്മമരണം തോന്നും. അത് മൂഢദൃഷ്ടിയിലാണ്. കേവലമായ സത്യം ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. സത്യത്തെ ഉണ്ടാക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. ന ജായതേ മ്രിയതേ വാ. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഭാഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരഭൂതമാണ്. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. എന്നാൽ നേരിട്ട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് കഠോപനിഷത്തിനോടല്ലേ എന്ന് തോന്നും. ഇത് പറയാൻ കാരണം ഏറെക്കുറെ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി 3 മന്ത്രങ്ങൾ കഠോപനിഷത്തിലുള്ളത് ഭഗവത്ഗീതയിൽ അനുവാദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നിതാണ്. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ചെറിയ മാറ്റമേ ഉള്ളൂ. ഇവിടെ വിപശ്ചിത് എന്നുള്ളതിന് പകരം കദാചിത് എന്നാക്കി.
നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ എന്നാക്കി. അപ്പോൾ വാസ്തവത്തിൽ ഒരു പാദത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയല്ല അതുപോലെ തന്നെയാണ്. ന ജായതേ ജനിക്കുന്നില്ല, ന മ്രിയതേ മരിക്കുന്നില്ല. വിപശ്ചിത്, വിപശ്ചിത് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ശരിക്ക് വിവേകി, വിജ്ഞാനി എന്നൊക്കെയാണ്. അപ്പം ഇവിടെ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു അർത്ഥം എടുക്കാൻ വിഷമമുണ്ട്. അപ്പം ജ്ഞാനസ്വരൂപമായത് എന്നർത്ഥം എടുക്കണം. ജ്ഞാനസ്വരൂപമായ ഈ ആത്മാ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഇത് മറ്റെന്തെങ്കിലും ഒന്നിൽ നിന്നുണ്ടായതല്ല. കുതശ്ചിതിന അയം ജായതേ, മറ്റൊന്നിൽ നിന്നും ഇതുണ്ടാവുന്നില്ല. ഇത് ഉള്ളതാണ്, ഉണ്മയാണ്, അസ്തിത്വമാണ്, സത്തയാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ സാധാരണഗതിയിൽ കാണുന്ന ഭാവവികാരങ്ങളെയൊക്കെ നിഷേധിക്കുക അവിടെ ചെയ്യുന്നത്. കാരണം ഒന്നാമതായിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഘടകങ്ങൾക്കും ജന്മം കാണുന്നു, മരണം കാണുന്നു. എന്തുണ്ടാവുന്നുണ്ടോ അത് മറ്റൊന്നിൽ നിന്നുണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു കാര്യത്തിന് കാരണം ഉണ്ടാവണം. ആ കാരണഭാവത്തെ നിഷേധിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ഒന്നിൽ നിന്നുണ്ടാവുന്നതല്ല. കശ്ചിത്, ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, ഒന്നും തന്നെ ഇതിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഇത് മറ്റൊന്നിൽ നിന്ന് ഉണ്ടാവുന്നതും അല്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. കേവലമായ സത്യം പരിണാമരഹിതമായി നിലനിൽക്കുന്നു. ഇങ്ങനെ ഇല്ല 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 നിഷേധം പറയുന്നതിന് പകരം എന്താ ഉള്ളതെന്ന് പറയൂ. അപ്പം പറഞ്ഞു അജഹ നിത്യഃ ശാശ്വതഃ പുരാണഃ. അജനാണ്, ജന്മരഹിതനാണ്, നിത്യനാണ്, നാശരഹിതനാണ്, ശാശ്വതനാണ്, പരിണാമരഹിതനാണ്. അയം ഇവൻ പുരാണഃ, പുരാണനാണ്, ചിരന്തനാണ്. ഹന്യമാനെ ശരീരെ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ, കൊല്ലപ്പെടുന്ന ശരീരത്തിൽ ന ഹന്യതേ, കൊല്ലപ്പെടുന്നില്ല. ദേഹത്തെ കൊല്ലാൻ നമുക്ക് കഴിയും, ദേഹം മരിക്കുന്നതാണ്. ദേഹം ആരുടേതോ അവൻ വധിക്കപ്പെടുന്നില്ല. ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത എന്ന് ഇതിന് അനുവാദം പറയും. അപ്പോൾ ഹന്യമാനെ ശരീരെ, കൊല്ലപ്പെടുന്ന ശരീരത്തിൽ അയം ന ഹന്യതേ, ഇവൻ കൊല്ലപ്പെടുന്നില്ല. ന ജായതേ ന ഉത്പദ്യതേ മ്രിയതേ വാ ന മ്രിയതേ ച ഉത്പത്തിമതഃ വസ്തുനഃ അനിത്യസ്യ അനേകവിക്രിയാഃ താസാം ആദ്യന്തേ ജന്മവിനാശലക്ഷണേ വിക്രിയേ ഇഹ ആത്മനി പ്രതിഷിധ്യതേ. പ്രഥമം സർവവിക്രിയാ പ്രതിഷേധാർത്ഥം ന ജായതേ മ്രിയതേ വാ ഇതി. വിപശ്ചിത് മേധാവി അവിപരിലുപ്ത ചൈതന്യ സ്വഭാവാത് കിംച നായമാത്മാ കുതശ്ചിത് കാരണാന്തരാത് ബഭൂവ. സ്വസ്മാച്ച ആത്മനഃ ന ബഭൂവ കശ്ചിത് അർത്ഥാന്തരഭൂതഃ. അതഃ അയമാത്മാ അജഃ അജരഃ നിത്യഃ ശാശ്വതഃ അപക്ഷയ വിവർജിതഃ. യഹി അശാശ്വതഃ സഹ അപക്ഷീയതേ. അയം തു ശാശ്വതഃ അതഃ പുരാണഃ, അതേവ പുരാണഃ പുരാപി നവ ഏവ ഇതി. യോ ഇഹ അവയവ ഉപചയദ്വാരേണ അഭിനിർവർത്യതേ സ ഇദാനീം നവോ യഥാ കുംഭാതി. തദ്വിപരീതഃ തു ആത്മാ പുരാണഃ വൃദ്ധിവർജിതഃ ഇത്യർത്ഥഃ. യതഃ ഏവ മതഃ ന ഹന്യതേ ന ഹിംസ്യതേ ഹന്യമാനെ ശസ്ത്രാദിഭിः ശരീരേ തസ്ഥഃ അപി ആകാശവദേവ. ന ജായതേ ന ഉത്പദ്യതേ മ്രിയതേ വാ ന മ്രിയതേ ച ഉത്പത്തിമതഃ വസ്തുനഃ അനിത്യസ്യ അനേകവിക്രിയാഃ താസാം ആദ്യന്തേ ജന്മവിനാശലക്ഷണേ
വിക്രിയേ ഇഹ ആത്മനി പ്രതിഷിധ്യേതേ പ്രഥമം സർവവിക്രിയാ പ്രതിഷേധാർത്ഥം ന ജായതേ മ്രിയതേ വാ ഇതി. വിപശ്ചിത് മേധാവി അവിപരിരുപ്ത ചൈതന്യ സ്വഭാവാത് കിഞ്ച നായമാത്മാ കുതശ്ചിത് കാരണാന്തരാത് ബഭൂവ. സസ്മാച്ച ആത്മനഃ ന ബഭൂവ കശ്ചിത് അർത്ഥാന്തരഭൂതഃ. അതഃ അയമാത്മാ അജഃ നിത്യഃ ശാശ്വതഃ അപക്ഷയവർജിതഃ. വിവർജിത എന്നുണ്ട്. യോ ഹി അശാശ്വതഃ സഹ അപക്ഷീയതേ അയം തോ ശാശ്വതഃ അതഃ ഏവ പുരാണഃ പുരാപിനവ ഏവ ഇതി. യോ ഹി അവയവോപചയദ്വാരേണ അഭിനിർവർത്യതേ സഹ ഇദാനീം നവഃ യഥാ കുംഭാദി. തദ്വിപരീതഃ തു ആത്മാ പുരാണഃ വൃദ്ധിവിവർജിതഃ ഇത്യർത്ഥഃ. യതഃ ഏവം അതഃ ന ഹന്യതേ ന ഹിംസ്യതേ ഹന്യമാനേ ശസ്ത്രാദിഭിः ശരീരേ തസ്ഥഃ അപി ആകാശവദേവ. ന ജായതേ മ്രിയതേ വാ. ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. ഇവിടെ നമ്മൾ ജന്മമരണങ്ങളുടെ അഭാവമാണ് മോക്ഷം. ജന്മമരണങ്ങളുടെ അഭാവമാണ് മോക്ഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മനസ്സിലാക്കുക? കാരണം ലോകത്തിൽ മുക്തന്മാരും മരിക്കുന്നുണ്ടല്ലോ. നമ്മൾ പല പേരിൽ വിളിച്ചു എന്ന് വരും. സമാധിയായി, അല്ലെങ്കിൽ അതായി ഇതായി എന്നൊക്കെ പറയും. പക്ഷെ സംഗതി മരിക്കുന്നുണ്ടല്ലോ. ഇല്ല, കാലം ചെയ്തു എന്ന് പറഞ്ഞാലും, ചെരിഞ്ഞു എന്ന് പറഞ്ഞാലും, നാട് നീങ്ങി എന്ന് പറഞ്ഞാലും, മരിച്ചു എന്ന് പറഞ്ഞാലും ഒക്കെ ഫലത്തിലൊന്നു തന്നെയല്ലേ? അല്ല, എന്താ അഭിപ്രായം? അതെ. അപ്പോ വിജ്ഞാനിയായാലും നിശ്ചയമായും ജനനമുണ്ടെങ്കിൽ മരണം ഉണ്ടാവും. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ തത്വവിജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാരണം മോക്ഷം ജനന മരണങ്ങളുടെ അഭാവമാണല്ലോ. മറുപടി, നമ്മൾ എന്തിനെ നാമായി മനസ്സിലാക്കുന്നു, എന്തിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു? എന്തിനോടാണ് നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്? ഈ ശരീരം തന്നെ ഞാൻ എന്ന ബോധമുള്ള കാലത്തോളം മരണം സുനിശ്ചിതമാണ്. കാരണം ശരീരം മരിക്കും, മരിച്ചേ തീരൂ, മരിച്ചേ മതിയാവും. മരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ജനിച്ചതാണ്. ഏത് വിജ്ഞാനിയായാലും ശരീരം മരിക്കും, ഏത് വിജ്ഞാനിയായാലും. അപ്പൊ ശരീരത്തോട് ഞാനെന്ന താതാത്മ്യമുള്ള കാലത്തോളം മരണം സുനിശ്ചിതമാണ്.
എന്നാൽ ഞാൻ ഈ ശരീരമല്ല, ഇതൊരു ഉപാധിയാണ്. ഞാൻ പ്രവർത്തിക്കുന്ന, ഞാൻ ഇരിക്കുന്ന ഒരു ഉപാധിയാണ്. എൻ്റെ സൗകര്യത്തിനായിക്കൊണ്ട്, എൻ്റെ സേവയ്ക്കായിക്കൊണ്ടുള്ളതാണിത്. ഞാനിതിൻ്റെ സ്വാമിയാണ്. ഈ ഒരു ബോധം ഉറച്ച ആളിൽ, ഞാൻ ജനന മരണങ്ങളില്ലാത്ത ആത്മസ്വരൂപമാണെന്ന ബോധം ഉറച്ച ആളിൽ അയാൾക്ക് മരണം ഇല്ല. മരണം എന്നുള്ളതൊക്കെ മനസ്സിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. അപ്പം അല്ലാത്ത ആൾക്കുണ്ടാവില്ല. അല്ലാത്ത ആൾക്ക് ശരീരം ആർക്കായാലും നശിക്കും. അവിടെ ഞാൻ മരിക്കുന്നു എന്നുള്ള താതാത്മ്യമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ദൃഢബോധത്തിന് കാരണമായ അറിവാണ് ന ജായതേ മ്രിയതേ വാ. മനസ്സിൻ്റെ എന്നുള്ളത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് സങ്കല്പത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞോളൂ. എന്നാൽ കുഴപ്പമില്ല. ഞാൻ എന്താണെന്ന് സങ്കല്പിക്കുന്നു, ഞാൻ ശരീരമാണെന്ന് തിരിച്ചറിയുന്ന കാലത്തോളം മരണം ഉറപ്പാണ്. ഞാൻ ശരീരമല്ല, ആത്മസ്വരൂപമാണ്, ജന്മമരണരഹിതമായ ആത്മസ്വരൂപമാണെന്ന ബോധം ദൃഢമാണെങ്കിൽ അയാൾക്ക് മരണമില്ല. സാധാരണ എപ്പോഴും നമ്മൾ ഓർമ്മിക്കാറുള്ള ഒരു സംഭവമുണ്ട്, എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളും കേട്ട് മടുത്തവരായിരിക്കും. ഭാരതത്തിൽ എന്നല്ല, ലോകത്തിൽ ഇന്ന് വേദാന്ത പ്രവർത്തനം ചെയ്യുന്ന എല്ലാ സന്യാസിമാരും, അവരിൽ ഭൂരിഭാഗം വെച്ചാൽ ബഹുഭൂരിഭാഗവും നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന സ്ഥാനമാണ് ഋഷികേശിലെ കൈലാസാശ്രമം. ചിലരത് അറിയില്ല. എൻ്റെ ഗുരു എന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്നാളാണ്, ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്നാളാണ്, അതുകൊണ്ട് ഞാൻ കൈലാസാശ്രമമായിട്ട് ബന്ധമില്ല എന്ന് പലർക്കും തോന്നും. പക്ഷെ പഠിച്ചാൽ മനസ്സിലാവും, ബഹുഭൂരിഭാഗം, എല്ലാവർക്കും ഇല്ല, ബഹുഭൂരിഭാഗം സന്യാസിമാരുടെയും പ്രത്യക്ഷമായോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് കൈലാസാശ്രമം. കൈലാസാശ്രമം സ്ഥാപിച്ചത് ധനരാജഗിരി സ്വാമികളാണ്. വലിയ വിദ്വാൻ. ധനരാജഗിരി സ്വാമികൾ കാശിയിൽ ഉണ്ടായിരുന്നു, പിന്നീട് ഹരിദ്വാറിലായിരുന്നു. ഹരിദ്വാറിൽ ദീർഘകാലം താമസിച്ചു. അവിടുന്ന് ഒരു ശിവലിംഗം ലഭിച്ചു. അത് അദ്ദേഹം ഋഷികേശിലേക്ക് പോയി. ഋഷികേശിൽ മുനിക്കിരെത്തി അവിടെ വെച്ച് പ്രതിഷ്ഠിച്ച് അങ്ങനെ ഒരു കുടിയ കെട്ടി അവിടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മഹിമയുടെ വാർത്ത പരന്നു. ധാരാളം പേര് വിദ്യാർത്ഥികളായി വന്നു. അങ്ങനെ ശാസ്ത്ര സ്വാധ്യായം ആരംഭിച്ചു. ധാരാളം പേര് ഇതറിഞ്ഞ് ടെഹറി രാജാവ് വരികയും അവിടെ ആശ്രമം സ്ഥാപിക്കാനുള്ള സ്ഥലം കൊടുക്കുകയും ചെയ്തു. മുനിക്കിരേത്തിയിൽ ആ സ്ഥലത്താണ് ഇപ്പോൾ കൈലാസാശ്രമം ഉള്ളത്. അങ്ങനെ ചെറിയ കുടിയകളൊക്കെ ആയി താമസിക്കുന്ന കാലം
ധാരാളം ശിഷ്യന്മാർ, ധാരാളം പേര് വേദാന്തം പഠിക്കാൻ, വ്യാകരണം പഠിക്കാൻ, ന്യായം പഠിക്കാൻ ഒക്കെ വരും. അങ്ങനെ ശാസ്ത്രവിചാരത്തിൽ അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ആ കാലത്ത് അവിടെ പാചകമില്ല, പിന്നീടാണ് പാചകമൊക്കെ തുടങ്ങിയത്. ഇപ്പം അവിടുന്ന് ധാരാളം പാചകമുള്ളതാണ്. കാലാകമ്പിളിവാലയുടെ അന്നക്ഷേത്രത്തിലാണ് എല്ലാവരും പോവുക. കാലാകമ്പിളിവാലയുടെ അന്നക്ഷേത്രത്തിൽ വളരെ കൃത്യനിഷ്ഠയാണ്. ഇത്ര മണിക്കാണ് ഭിക്ഷാപരണം, അത്ര മണിക്ക് തന്നെ വാങ്ങിക്കൊള്ളണം, അത് കഴിഞ്ഞാൽ കിട്ടില്ല. ഇവിടെ ശാസ്ത്രവിചാരമായി കഴിഞ്ഞാൽ സമയബോധം ഉണ്ടാവില്ല. അങ്ങനെ ഇവിടുന്ന് കൈലാസത്തിൽ നിന്ന് പോകുന്നവരൊക്കെ വൈകിട്ട് അവിടെ എത്തുക. അവസാനം അവിടെ നിയമം തന്നെ വെച്ചു, കൈലാസാശ്രമത്തിൽ നിന്ന് വരുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. വലിയ പ്രഭാവശാലിയായിരുന്നു. ആ പ്രഭാവം മനസ്സിലാക്കിയിട്ട് വിവേകാനന്ദ സ്വാമികൾ തൻ്റെ പരിവ്രജന കാലത്ത് പഠിക്കാൻ വേണ്ടി താമസിച്ചിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമികൾ. പക്ഷെ വിവേകാനന്ദ സ്വാമികൾക്ക് ഹിമാലയത്തിൽ അധികം താമസിക്കാൻ പറ്റില്ല, വയറിളക്കം, പനി ഒക്കെ വരും. ഹിമാലയത്തിൽ താമസിക്കാനേ പറ്റില്ല. പ്രത്യേകിച്ച് അവിടുത്തെ കടുകെണ്ണയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാമിക്ക് ആകെ വയറിളക്കവും ഛർദിയൊക്കെ വരും. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം വിവേകാനന്ദ സ്വാമി അവിടെ പഠിച്ചു എന്നുള്ളത്, താമസിച്ചു എന്നുള്ളത്. കാലം മുന്നോട്ട് പോയി. ധനരാജഗിരി സ്വാമികളുടെ അവസാന കാലമായി. അപ്പോൾ ഈ ഗുരുശിഷ്യ ബന്ധമാണല്ലോ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഇല്ലേ? എന്താ അഭിപ്രായം? ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗുരുശിഷ്യ ബന്ധം തന്നെയാണ്. ചിലപ്പോൾ ചിലരതിനെ ഇവിടെ എതിർത്തെന്ന് വരും. അല്ല സ്വാമി, മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞെന്ന് വരും. ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു സങ്കല്പം വരാം, ഞാൻ ഈ കുഞ്ഞിനെ മുലയൂട്ടുന്നു, വലുതാവുമ്പോൾ ആ കുഞ്ഞെന്നെ നോക്കുമായിരിക്കും എന്നൊരു തോന്നൽ വന്നുകൂടാന്നില്ല. ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നാലും പറയുക. അങ്ങനെ വരാം, ഒരു ഒരു പ്രത്യുപകാര പ്രതീക്ഷ വരാം. ഞാനിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കുന്നു, നാളെ കുഞ്ഞെന്നെ നോക്കുമായിരിക്കും, വയസ്സുകാലത്ത് ഒരു ആശ്രയമാവുമായിരിക്കും എന്നൊരു തോന്നൽ വരാം അജ്ഞാനജനിതമായിട്ട്. എന്നാൽ അതുപോലും ഇല്ലാത്തതാണ് ഗുരുശിഷ്യബന്ധം. അങ്ങനത്തെ യാതൊരു കച്ചവടവും ഇല്ല. ഞാനായി എൻ്റെ പാടായി, നീയായി നിൻ്റെ പാടായി, ഇത്രയേ ഉള്ളൂ. അത് വളരെ ഉത്കൃഷ്ടമാണ്. അതുപോലെ മറ്റൊന്നില്ല. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ധനരാജഗിരി സ്വാമികളുടെ ശരീരത്തിന് രോഗങ്ങൾ വന്നു, വളരെയധികം രോഗങ്ങൾ വന്നു, ക്ഷീണിതനായി. അപ്പം എല്ലാ ഭാഗത്തു നിന്ന് ശിഷ്യന്മാരോ ഒന്നിച്ചുകൂടി, സ്വാമിക്ക് വയ്യ, എല്ലാവരും ഒത്തുകൂടി. അങ്ങനെ 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 ഒരു ദിവസം സ്വാമി ബോധം കെട്ടു. വളരെ ക്ഷീണിതനാണ്, ഒന്നിനും വയ്യ, വളരെ ക്ഷീണിതൻ. ബോധം കെട്ടു. ബോധം കെട്ടപ്പോൾ ശിഷ്യന്മാർ ഉറപ്പിച്ചു, എന്ത്? പോക്കാണെന്ന്. ഇപ്പോൾ ശരീരം പോവും, ശാന്തമാക്കും. ചിലർ കരയാൻ തുടങ്ങി, ചിലർ മൂക്ക് പിഴിയാൻ തുടങ്ങി, ചിലർ കരച്ചിൽ അടക്കി വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ഏത് വേദാന്തി കരയാൻ പാടില്ലല്ലോ. അങ്ങനെ മിഥ്യാധാരണ ഉള്ളവർ അടക്കി വെച്ച് ഇങ്ങനെയൊക്കെ പല ജാതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാമി കണ്ണു തുറന്നു. കണ്ണ് തുറന്നിട്ട് ആദ്യത്തെ പറച്ചിൽ, എൻ്റെ ആയുസ് ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി ഈ മൂഢന്മാരെ പഠിപ്പിച്ചിട്ട്. ഈ മൂഢന്മാരെ പഠിപ്പിച്ചിട്ട് എൻ്റെ ആയുസ് ഞാൻ വെറുതെ കളഞ്ഞു. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ മരിക്കുന്ന വസ്തുവാണെന്നാണോ?
എന്ന് പറഞ്ഞിട്ട് ഈ കഠോപനിഷൻ മന്ത്രം ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യശാശ്വതോയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നുള്ള കഠോപനിഷൻ മന്ത്രവും ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നുള്ള ഭഗവത്ഗീതാ ശ്ലോകവും ഇരുന്ന് വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിച്ച് ശരീരം പോയി, ശരീരം ശാന്തമായി. അപ്പോൾ അത്ര സ്വാമിയുടെ കൂടെ താമസിച്ച് പഠിച്ചിട്ടും എന്താ അവർ വിചാരിച്ചത്? അയ്യോ മരിക്കാൻ പോവുകയാണ്. അതാണ് എന്തിനോടാണ് നമ്മൾ താതാത്മ്യപ്പെടുന്നത്? ശരീരത്തോടാണോ താതാത്മ്യപ്പെടുന്നത്? മരണം സുനിശ്ചിതമാണ്. അല്ല, ജന്മമരണരഹിതമായ ആത്മാവാണ് ഞാൻ എന്ന ബോധമാണോ? അവന് മരണമില്ല, അവനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. ഞാൻ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ എന്നാ ഒന്ന് കാണട്ടെ, അതൊന്ന് കാണട്ടെ, കൊല്ലണമെന്ന് കാണട്ടെ. കൊല്ലാൻ സാധ്യമല്ല. നീ ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിക്കാൻ പറ്റും, എന്നെ കൊല്ലാൻ നിനക്കെങ്ങനെ സാധിക്കും? ചിന്തിക്കുക. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് ജ്ഞാനസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്. ന അയം കുതശ്ചിത് ബഭൂവ, ഇതൊന്നിൽ നിന്നുണ്ടായതല്ല, വേറൊന്നിൽ നിന്നുണ്ടായതല്ല, വേറൊരു കാരണത്തിൽ നിന്നുണ്ടാവുന്നതല്ല, നിഷ്കാരണമാണ്. ഉണ്മ, അസ്തിത്വം, സത്ത. ഇതിൽ നിന്ന് മറ്റൊന്നും ഉണ്ടായിട്ടുമില്ല. ആത്മാവിൽ നിന്നാണ് എല്ലാം ഉണ്ടാവണമെന്ന് പറയുന്നുണ്ടല്ലോ. ആത്മാവ് ആത്യന്തികമായ ഉണ്മ യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. എല്ലാം അതിൽ നിന്നുണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ആത്മനയേഷ പ്രാണോ ജായതേ, പ്രാണൻ ആത്മാവിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്നൊക്കെ മന്ത്രം പറയുന്നുണ്ടല്ലോ. അത് പ്രാണൻ ജനിക്കണമെന്ന് എവിടുന്ന് ജനിക്കണമെന്ന് ചോദിച്ച ആളോടല്ലേ? സ്വർണത്തിൽ നിന്ന് മാല ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? സ്വർണം കൊണ്ട് മാല ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. സ്വർണം കൊണ്ട് വള ഉണ്ടാക്കാൻ പറ്റില്ല. സ്വർണം തന്നെയാണ്. അത് ആകൃതി, മാല എന്ന ആകൃതിയെ പ്രാപിക്കുമ്പോഴും വസ്തു സ്വർണം തന്നെയാണ്. അത് വള എന്നുള്ള ആകൃതിയെ പ്രാപിക്കുമ്പോഴും വസ്തു സ്വർണം തന്നെയാണ്. നമ്മൾ സ്വർണ്ണമാല, സ്വർണ്ണവള എന്നൊക്കെ പറയും, ശരിയാ, അത് വിവരക്കേടാ. സ്വർണം മാലയുടെ ആകൃതിയിൽ കാണപ്പെട്ടു, സ്വർണം വളയുടെ ആകൃതിയിൽ കാണപ്പെട്ടു, അത്രേ ഉള്ളൂ. സ്വർണം മാറുന്നില്ല. സ്വർണ്ണമായി, സ്വർണം വാളയായ എന്ത് വിലയായിരുന്നുള്ളത്? അതിൻ്റെ വില സ്വർണത്തിൻ്റെ വിലയാണ്. ചിന്തിക്കുക. ആത്മാവ് മറ്റൊന്നായി ജനിക്കുന്നില്ല. കേവലമായ ഉണ്മ കേവല ഉണ്മയായി തന്നെ നിൽക്കുന്നു. ഈ കാണാകുന്ന സകല നാമരൂപഭാവങ്ങളും ആവിർഭവിക്കുന്നു, തിരോഭവിക്കുന്നു. എന്താവിർഭവിച്ചാലും തിരോഭവിച്ചാലും അടിസ്ഥാന സത്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവാൻ പോണുമില്ല. ഒരു പണത്തൂക്കം കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. അജോ നിത്യ, അജനാണ്, ജന്മരഹിതനാണ്, നിത്യനാണ്. ഇതാണ് ഉറപ്പിക്കേണ്ടത്. ഞാൻ അജനാണ്, ഞാൻ നിത്യനാണ്. അപ്പം ചിലപ്പോൾ ചിലർ ചോദിക്കും, സ്വാമി ഈ അനുഭവം നമുക്കില്ലല്ലോ. എൻ്റെ അനുഭവം, ഞാൻ ജനിച്ചവനാണ്, ഇത്ര വയസ്സായി, അതുപോലെ ഞാൻ മരിക്കുന്നവനാണെന്നാണല്ലോ. അപ്പം ഞാൻ ജന്മരഹിതനാണ്, മരണരഹിതനാണെന്ന് വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചോദ്യം.
എടാ നീ ജനിച്ചവനാണെന്ന് വിചാരിച്ചിട്ട് വല്ല കാര്യവും കിട്ടിയോ? ആ ഇത്രയും കാലം ഞാൻ ജനിച്ചവനാണ്, ഞാൻ മരിക്കുന്നവനാണ് എന്ന് വിചാരിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അതോടെ ഇനി ഇത് ചിന്തിക്ക്, ഞാൻ ജനിക്കുന്നവനുമല്ല മരിക്കുന്നവനുമല്ല. അല്ലെങ്കിൽ മറ്റേ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം, എന്നാൽ തിരക്കുള്ളൂ, എന്നാലും ഉപേക്ഷിക്കണ്ട. കാര്യം ഇത് പൊതുവെ വരുന്ന ചോദ്യമാണ്. ഞാൻ ജന്മരഹിതനാണ് മരണരഹിതനാണെന്ന് വിചാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊതുവെ ചോദിക്കും, സ്വാമി എനിക്ക് അനുഭവം ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ വിചാരം ചെയ്യണം? നിനക്ക് നീ മറ്റേ വിചാരം ചെയ്ത് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അതാണ് ചോദ്യം. അതിന് ഗുണം കിട്ടാത്തതുകൊണ്ടല്ലോ എങ്ങോട്ട് ചാടിയത്. അപ്പൊ ഇനിയെങ്കിലും ഇതെങ്കിലും വിചാരം ചെയ്തൂടെ? ഇനി ഇല്ല, എങ്ങോട്ട് ചാടിയിട്ടൊന്നും ഇല്ലാച്ചാലും നമുക്ക് ചോദിക്കാമല്ലോ, എന്ത് ഗുണമുണ്ടായി? അതുകൊണ്ട് ഇത് ചിന്തിക്കുക, ഞാൻ ജന്മരഹിതനാണ് മരണരഹിതനാണ്. ശാശ്വതനാണ്. അപ്പം നിത്യൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശാശ്വതൻ എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചാൽ, നിത്യൻ എന്ന് പറയുമ്പോൾ നാശരഹിതൻ എന്നേ അർത്ഥമുള്ളൂ, പരിണാമരഹിതൻ എന്ന അർത്ഥമില്ല. ശാശ്വതൻ എന്ന് പറയുമ്പോൾ പരിണാമരഹിതൻ എന്നും കൂടി അർത്ഥമായി, ഒരു പരിണാമവും ഇല്ലാത്തവനാണ്. പുരാണനാണ്, ചിരന്തനനാണ്. എന്നുണ്ട് ഞാൻ ഇല്ലാണ്ടിരുന്നിട്ടില്ല. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ന ഹന്യതേ ഹന്യമാനേ ശരീരേ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ ഈ ആത്മാ ഹനിക്കപ്പെടുന്നില്ല. ശരീരം ഹനിക്കപ്പെടും, കാരണം ശരീരം ജനിച്ചതാണ്, ജനിച്ചതൊക്കെ മരിക്കും. എന്നാൽ കൊല്ലപ്പെടുന്ന ശരീരത്തിൽ ആത്മാ കൊല്ലപ്പെടുന്നില്ല. മാലയെ മുറിച്ച് 2 കഷ്ണാക്കിക്കൊണ്ട് സ്വർണത്തിന് ഒരു കൂടുതലും വന്നിട്ടില്ല, കുറവും വന്നിട്ടില്ല. ഇതാണ് സത്യം. ഈ സത്യം അംഗീകരിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കുറച്ച് വിഷമമാണ്, കാരണം നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് ശരീരമായിട്ട്. ഇതെല്ലാവരും അംഗീകരിക്കില്ലല്ലോ, അങ്ങനെ പേടിക്കണ്ട. ശ്രവണായാപി ബഹുഭിർ യോ നലഭ്യ. അതെ, അംഗീകരിക്കരുത്. ഇത് വേദാന്തം അല്ലത്, അംഗീകരിക്കരുത്. വേദാന്തം അനേക ലക്ഷം പേരിൽ ഒരാളെ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് അത് പേടിക്കണ്ട. അത് ചില സ്വാമി നിങ്ങളൊക്കെ ഈ ചെറുപ്പത്തിൽ കല്യാണമൊന്നും കഴിക്കാണ്ട് സന്യാസിമാരായി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ലോകം നിലനിൽക്കുക. എടാ, ഞങ്ങളെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ആ വേവലാതി വേണ്ട. ആ വേവലാതി വേണ്ട. ചിലർ ചോദിക്കുന്ന ചോദ്യ, നിങ്ങൾ കല്യാണമൊന്നും കഴിക്കാണ്ട് സന്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകം ഉണ്ടാവുമോ? കുട്ടികളുണ്ടാവണ്ടേ? എടാ, ഞങ്ങൾ സന്യാസിമാർ എത്ര പേരുണ്ട്? വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതുകൊണ്ട് നീ വേവലാതിപ്പെടണ്ട. എല്ലാ കാലത്തും അത്രയേ ഉള്ളൂ, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, അത്രയേ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ സന്യാസിമാർ. അത്രേ വേണ്ടു, അത്രേ പാടുള്ളൂ. ഇപ്പം തന്നെ കേരളത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് നോക്കുക, അതിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് എത്ര സന്യാസിമാരുണ്ടെന്ന് നോക്കുക, അപ്പം മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അത് പേടിക്കൊന്നും വേണ്ടായിരുന്നു.
അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ലോകം ഉണ്ടാവുമോ? ലോകം ഉണ്ടാവും. ലോകം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും. സോപ്പ് ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ ആള് ചിന്തിക്കുക, ഓ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയ നാട്ടുകാരൊക്കെ വൃത്തിയുള്ളവരായി പോകുമല്ലോ. എടാ ഇത് ദിവസം തേക്കണം, തേച്ചുകൊണ്ടേയിരിക്കണം, അല്ലേ? ആശുപത്രി ഉണ്ടാക്കി നാട്ടിലാർക്കും മരണം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാലോ? വെറുതെ പിടിത്തം വിചാരിക്കുകയാണ്. ഒരു ഭാഗത്തു കൂടെ ആശുപത്രിയും വേണം, മറ്റേ ഭാഗത്തു കൂടെ ശ്മശാനവും വേണം, രണ്ടും വേണം. ലോക നിയമമാണ് ഇതൊക്കെ. അതുകൊണ്ട് അത് പഠിക്കുന്ന ക്ലാസ്സിൽ അത് പോയി പഠിച്ചോളാം, ഇത് പഠിക്കുന്ന ക്ലാസ്സിൽ ഇത് വന്ന് പഠിച്ചോളാം. എല്ലാം വേണം, എല്ലാം വേണ്ടതാണ്. ശരി. അപ്പൊ ഹന്യമാനെ ശരീരെ അയം ന ഹന്യതേ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ ആത്മാ ഹനിക്കപ്പെടുന്നില്ല. ഇത് ഉറച്ചു മനസ്സിലാക്കണം. നിന്നെ ഞാൻ ശരിയാക്കി തരും, നിന്നെ ഞാൻ കൊല്ലും, അല്ലേ എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഒന്ന് ആലോചിക്കുക. ഇങ്ങോട്ട് കേൾക്കലും ഉണ്ടാവും ചിലപ്പോൾ, അങ്ങനെ അല്ലേ? പറയാറുണ്ടാവും, കേൾക്കാറും ഉണ്ടാവും. കേൾക്കുമ്പം ചിരിക്കുക, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അപ്പം മറ്റേയാൾക്ക് ദേഷ്യം കൂടുതലാവും, ഞാനിതൊക്കെ ചെയ്തിട്ടാവും ചിരിക്കുകയാണല്ലോ എന്ന്. ഇത്രയേ ഉള്ളൂ. നോക്കൂ, ന ജായതേ ന ഉത്പദ്യതേ മ്രിയതേ വാ ന മ്രിയതേ ച ഉത്പത്തിമതഃ വസ്തുനഃ അനിത്യസ്യ അനേക വിക്രിയാഃ താസാം ആദ്യന്തേ ജന്മവിനാശലക്ഷണേ വിക്രിയേ ഇഹ ആത്മനി പ്രതിഷിധ്യത്തെ. പ്രഥമം സർവവിക്രിയാ പ്രതിഷേധാർത്ഥം ന ജായതേ മ്രിയതേ വാ ഇതി വിപശ്ചിത് മേധാവി അവിപരിലുപ്ത ചൈതന്യ സ്വഭാവാത് കിഞ്ച നായമാത്മാ കുതശ്ചിത് കാരണാന്തരാത് ബഭൂവ സ്വസ്മാച്ച ആത്മനഃ ന ബഭൂവ കശ്ചിത് അർത്ഥാന്തരഭൂതഃ അതഃ അയമാത്മാ അജഃ നിത്യഃ ശാശ്വതഃ അപക്ഷയ വിവർജിതഃ യോ ഹി അശാശ്വതഃ സഹ അപക്ഷീയതേ അയം തു ശാശ്വതഃ അത ഏവ പുരാണഃ പുരാപി നവ ഏവ ഇതി യോ ഹി അവയവ ഉപചയദ്വാരേണ അഭിനിർവർത്യതേ സ ഇദാനീം നവോ യഥാ കുംഭാതി തദ്വിപരീതഃ ത്വാത്മാ പുരാണഃ വൃദ്ധിവിവർജിതഃ ഇത്യർത്ഥഃ. എളുപ്പമാണ്. അത് വായിച്ചില്ലേ, നേരത്തെ വായിച്ചില്ലേ? ന ജായതേ മ്രിയതേവ, ഉറച്ചു മനസ്സിലാക്കാതെ. ഈ ജനിച്ചതിന് ഉത്പത്തിയോട് കൂടിയതിന് അനേക വിക്രിയകളുണ്ടാവും. ആ അനേക വിക്രിയകളിൽ അവസാനത്തെ വിക്രിയയാണ് മരണം. ജായതേ അസ്തി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതി. ജനിക്കുന്നു, ജനിച്ചു എന്ന് കേട്ടാൽ ഉണ്ടോന്നാ ചോദ്യം. ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാമത് വളർച്ചയാണ്. വളർന്നുകൊണ്ടിരിക്കുക. എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത്? പെട്ടെന്ന് 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 വളരും. ഓരോ ദിവസം നോക്കിയാൽ വളരും. വളർന്നുകൊണ്ടിരിക്കുകയോ? ഇല്ല, ഒരവസ്ഥ എത്തി അവിടെ നിന്നു. പിന്നെ മാറ്റങ്ങൾക്കാണ് പ്രാധാന്യം. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയോ? ഇല്ല, ഒരു പരിധി എത്തി അവിടെ നിന്ന് കുറേ കാലം പിന്നെ അതുപോലെ ഉണ്ടാവും. ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ പ്രായത്തിൽ. പിന്നെന്തായി? ഒരു ഘട്ടം കഴിഞ്ഞാൽ താഴോട്ടായി, ക്ഷയിക്കാൻ തുടങ്ങി. ക്ഷയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മറ്റേ ആൾ വരാൻ ആയിട്ടുണ്ട്, മരിച്ചു. ഇത്രയേ ഉള്ളൂ. ഈ 6 ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ്, ഷഡ്ഭാവ വികാരങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുജാലങ്ങളും. അപ്പം അതിൽ ആദ്യത്തതും അവസാനത്തതും നിഷേധിച്ചു. ന ജായതേ മ്രിയതേവ, അന്ത്യവും ആദ്യവുമായ വികാരങ്ങളെ നിഷേധിച്ച ബാക്കിയെല്ലാം
നിഷേധിക്കപ്പെട്ടതായി. അതാണ് ജന്മവിനാശലക്ഷണേ വിക്രിയേ ഈ ആത്മനി പ്രതിഷിധ്യതേ. പ്രഥമം, ആദ്യം തന്നെ ആദ്യത്തതും അവസാനത്തവും നിഷേധിച്ചു. സർവവിക്രിയ പ്രതിഷേധാർത്ഥം, എന്തിനത്? എല്ലാ വിക്രിയകളെയും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിലനിൽക്കുന്നു, വളരുന്നു, മാറ്റങ്ങൾ വരുന്നു, ക്ഷയിക്കുന്നു എന്നുള്ളതിനെയും നിഷേധിക്കുന്നു. നജായതേ മ്രിയദേവ ഇത്. വിപശ്ചിത് മേധാവി. വിപശ്ചി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിവേകി, മേധാവി, ബുദ്ധിശാലി എന്നൊക്കെയാണ്. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തർത്ഥം എടുക്കണം? ജ്ഞാനസ്വരൂപമായതെന്ന് അർത്ഥം എടുക്കണം. അതാണ് നിത്യ അവിപരിലുപ്ത ചൈതന്യ സ്വഭാവ. ഒരിക്കലും ലുപ്തമാകാത്ത ചൈതന്യ സ്വഭാവത്തോടു കൂടിയ, ജ്ഞാനസ്വരൂപത്തോടു കൂടിയ. കിംചനായ അയമാത്മാ കുതശ്ചിത് കാരണാന്തരാത് ബഭൂവ. മറ്റൊരു കാരണത്തിൽ നിന്നുണ്ടായതല്ല. സ്വസ്മാച്ച് ആത്മനഃ ന ബഭൂവ കശ്ചിത് അർത്ഥാന്തരഭൂത. ഇതിൽ നിന്ന് വേറൊന്നോട്ടുണ്ടാവുന്നുമില്ല. അപ്പം അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ മാലയുടെയും സ്വർണത്തിൻ്റെ ഒക്കെ പറഞ്ഞത്. നമുക്ക് തോന്നും, അത്രയേ ഉള്ളൂ. അതായം ആത്മാ അജഹ നിത്യ ശാശ്വത അപക്ഷയവർജിത. യോ ഹി അശാശ്വത സഹ അപക്ഷീയതേ. അശാശ്വതനാണെങ്കിൽ ക്ഷയിക്കും. അയം തു ശാശ്വത, ശാശ്വതനാണ്. അതേവ പുരാണ പുരാഭിനവ. പണ്ടും പുതിയതാ, ഇന്നും പുതിയതാ, എന്നും പുതിയതാ. പഴകില്ല, കാലത്താൽ ബാധിക്കപ്പെടില്ല. യോ ഹി അവയവ ഉപജയദ്വാരേണ അഭിനിർവർത്യതേ സ ഇദാനീം നവോ യഥാ കുംഭാതി. അവയവ വികാസം കൊണ്ട്, അവയവത്തിൻ്റെ വികാസം കൊണ്ട് ഉപജയദ്വാരേണ അഭിനിർവർത്യതേ, വികസിക്കുന്നത് ആരാണോ അയാൾ ഇപ്പോൾ വളർന്നു എന്ന് പറയാം. ഉദാഹരണം കുംഭം തുടങ്ങിയവ. കുടം, ആദ്യം മണ്ണിൻ്റെ ചെറിയൊരു കൈ, എങ്ങനെ കൈ വെച്ച് കൊടുത്ത് കറക്കി, ചക്രം കറക്കി വലിയ വലിയ കുടാക്കി മാറ്റി. അത് അവയവത്തെ വലുതാക്കി. അത് ആവശ്യമുള്ള വലുപ്പത്തിൽ കൈ പിടിച്ചാൽ ആ വലുപ്പത്തിൽ കുംഭായി. ഇത്രയേ ഉള്ളൂ. അതുപോലെ അവയവ ഉള്ളതിന് വികാസം ഉണ്ടാവും. നമുക്കൊക്കെ അവയവമുണ്ട്, വികസിച്ചു, വലുതായി. ചെറുപ്പത്തിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ ചെറുതാവും, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. തദ് വിപരീത ത്വാത്മാ വൃദ്ധിക്ഷയരഹിത വൃദ്ധിവിവർജിത. വളർച്ചയില്ല, തളർച്ചയില്ല. യതഃ ഏവം അതഃ ന ഹന്യതേ ന ഹിംസ്യതേ ഹന്യമാനേ ശസ്ത്രാദിഭി ശരീരേ. ശസ്ത്രം തുടങ്ങിയവയാൽ ശരീരം ഹിംസിക്കപ്പെടുമ്പോഴും ആത്മാ ഹിംസിക്കപ്പെടുന്നില്ല. തത്സ്ഥഹാപ്യാകാശവദേവോ. തത്സ്ഥഹാപി ആകാശവദേവ. തത്സ്ഥഹ, അതിൽ നിലകൊള്ളുന്നു. എന്നാൽ അതിനാൽ ബാധിക്കപ്പെടുന്നില്ല. ഏതുപോലെ? ആകാശം പോലെ. ഒരു കുടത്തിൽ ആകാശം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. കുട ഉടച്ചാൽ ആകാശത്തിന് വല്ല കൂടുതലും വരുന്നുണ്ടോ? ഇല്ല. കുറവ് വരുന്നുണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ചിന്തിക്കുക. ഈ മന്ത്രം അല്പ വ്യത്യാസത്തോടു കൂടിയാണ് ഭഗവാൻ ഗീതയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത മന്ത്രവും അല്പ വ്യത്യാസത്തോടു കൂടി ഭഗവാൻ ഗീതയിൽ ഉദ്ധരിക്കുന്നുണ്ട്.